അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലം കേക്ക് പോലെ തന്നെ തോന്നും, പക്ഷേ ഇത് വൈറ്റ് പ്ലം ആണ്. മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ കളർ അറിയാം. എല്ലാവർക്കും നമസ്കാരം. ബേക്കിംഗ് ഫാമിലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൈറ്റ് പ്ലം കേക്ക്. ഞങ്ങളുടെ ഷോപ്പിലൊക്കെ ക്രിസ്മസ് ടൈമിൽ ഒരുപാട് വിറ്റ് പോകുന്ന ഒരു കേക്കാണിത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇത് പ്ലം കേക്കിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ കാരാമൽ സിറപ്പ് നമ്മൾ ചേർക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം വെള്ള കളറിൽ പിന്നെ ധാരാളം ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ക്രിസ്മസിന് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ഇനി സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. കേക്കിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ഏട്ടൻ പറയൂ കേട്ടോ. ഏട്ടന് 37 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞോ, എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക്? കേക്ക് നല്ല സ്പോഞ്ചാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാരാമൽ ചേർത്ത കേക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല, പക്ഷെ വൈറ്റ് പ്ലം എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരേപോലെ ഇഷ്ടമാണ്. നല്ല സോഫ്റ്റാണ്. പിന്നെ ആ കാരാമലിൻ്റെ നമ്മൾ ആ കയ്പ്പ് രസം നമുക്കിതിൽ ഇത് വരില്ല. വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ ഇവിടെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വൈറ്റ് പ്ലം ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് മെഷീൻ എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലം കേക്കിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതിൽ ഞാൻ വ്യക്തമായിട്ട് എങ്ങനെയാണ് കൈ ഉപയോഗിച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ പ്ലം കേക്ക് ഈ മെഷീനിൽ ഉണ്ടാക്കി നോക്കാം. 1 കിലോൻ്റെ കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 200 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ മെഷർമെൻറ്റ് കപ്പിൽ 250 ml കപ്പിലാണെങ്കിൽ 1/4 കപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര മുഴുവനും ഈ മെഷീനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാൻ 200 ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ സൺഫ്ലവർ ഓയിലൊന്നും ചേർക്കുന്നില്ല, ബട്ടർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. ഈ ബട്ടറും കൂടെ നമുക്ക് മുഴുവൻ ഈ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ മെഷീൻ ഓണാക്കാം. എത്ര സ്പീഡാണോ വേണ്ടത് അതിനനുസരിച്ച് സ്പീഡ് കൂട്ടി വെക്കാം. ആദ്യം സ്പീഡൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട എന്ന് പറഞ്ഞാൽ 5 മുട്ടയാണ്. അപ്പം ഫസ്റ്റ് ക്വാളിറ്റി കേക്കാണ് നമ്മളിവിടെ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുട്ടയുടെ അളവ് ഒരിക്കലും കുറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ 5 മുട്ടയും നമ്മളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഈ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന മെഷീനിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. 5 മുട്ടയും നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. തോലൊന്നും വീഴാതെ പൊട്ടിച്ചൊഴിക്കാം. കുറേശ്ശെ ആയിട്ട് വേണം മുട്ട ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. മുഴുവൻ മുട്ടയങ്ങ് ഒഴിച്ച് ഒന്നിച്ചടിച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ കേക്ക് ഈ പഞ്ചസാരയും ബട്ടറും കൂടെ മിക്സ് ആവുന്നതിനനുസരിച്ച് കുറേശ്ശെ മുട്ട വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കുന്നതിനിടയ്ക്ക് ഇത് മെഷീൻ ഒന്ന് ഓഫാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ 2 മുട്ടയും കൂടെ ഉണ്ട്. ഇതും കൂടെ ഒഴിച്ച് ഈ പഞ്ചസാര മുഴുവനും നന്നായിട്ട് മെൽറ്റാവണം. പഞ്ചസാരയും നെയ്യും കൂടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. മുട്ടയും പഞ്ചസാര ഇവിടെ തരിയൊന്നുമില്ലാത്ത, പഞ്ചസാരയുടെ തരിയൊന്നുമില്ല, നന്നായിട്ട് ഇതുപോലെ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. അതും 200 ഗ്രാം തന്നെയാണ് കേട്ടോ. 1 കിലോയുടെ കേക്ക് ആയതുകൊണ്ട് 200 ഗ്രാമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എസൻസ്, പിന്നെ നമുക്ക് ഏലക്കായുടെ പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ. ഞാനിവിടെ കുറച്ച് വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന്. ഇതുകൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് കേക്കിന് ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സാണ്. ഇത് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. മുട്ടയും പഞ്ചസാരയും ഫ്രൂട്ട്സും അതേപോലെ എസൻസും കൂടെ കൊടുത്തിട്ട് പിന്നെ ഞാനിത് മെഷീനിലിട്ട് അടിച്ചെടുക്കുന്നില്ല. ഞാൻ ഈ മെഷീൻ്റെ ഈ ചട്ടിങ്ങ് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ, ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി 200 ഗ്രാം, അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫ്ലോർ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തട്ടിക്കൊടുക്കാം. പിന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചട്ടി ഇങ്ങോട്ട് അഴിച്ചെടുത്തത്. ഈ ഫ്ലോർ ഇട്ടിട്ട് പതുക്കെ തട്ടി വേണം ഈ ബാറ്റർ മിക്സാക്കി എടുക്കാൻ. കുറേശ്ശെ ഇട്ട് തട്ടി മിക്സാക്കി എടുക്കാം. ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഈ ലൂസാണുള്ളത്, കണ്ടോ? ഇത്രയും ലൂസേ പാടുള്ളൂ.
കുറേ ലൂസായി പോകുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഇതിൽ നിൽക്കില്ല, ഫ്രൂട്ട്സ് എല്ലാം കൂടി അടിയിലേക്ക് അങ്ങ് പോകും. അപ്പോൾ ഫ്രൂട്ട്സ് ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഹൈറ്റുള്ള കേക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഹൈറ്റ് കൂടിയ ഒരു 3.5 ഇഞ്ച് ഹൈറ്റുള്ള ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഈ മോൾഡിലേക്ക് നമുക്ക് കേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ കേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്റർ അധികം നിറയ്ക്കരുത്, ഒരു പകുതി ഭാഗം മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ചേർത്തോളൂ കേട്ടോ, ഇത് ഉള്ളിലേക്ക് പോവുമൊന്നുമില്ല. നല്ല ബാറ്ററിന് നല്ല തിക്കുള്ളത് കൊണ്ട് ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ കേക്ക് ആയാലും ഉണ്ടാവും. നമ്മുടെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ടൈം കൊടുത്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. 2 ഭാഗം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. പതുക്കെ തുറന്ന് സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഡോർ അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ടൈം വെച്ച് കൊടുക്കണം. 45 മിനിറ്റ് ടൈം വേണം 1 കിലോയുടെ കേക്ക് വേവാൻ. ഞാനിവിടെ 45 മിനിറ്റ് ടൈം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 180 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് കുറച്ച് ഒരു 175 വെച്ച് വളരെ സാവധാനം ഈ കേക്ക് ഇവിടെ ബേക്കായിട്ട് വരട്ടെ. നമ്മുടെ വൈറ്റ് പ്ലം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഹൈറ്റുള്ളൊരു കേക്ക് ആയതുകൊണ്ട് ഒരു 50 മിനിറ്റ് സമയം എടുത്തു കേട്ടോ ഇത് വേവാനായിട്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഈ മോൾഡിൽ നിന്ന് അയച്ചിടാം. അപ്പോൾ കേക്കിന് നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ഈ കേക്ക് ഈ പാത്രത്തിൽ നിന്ന് അഴിച്ചിടാൻ പോവുകയാണ്. അതൊക്കെ ഇങ്ങനെ അങ്ങ് അഴിച്ചിടാം. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ അങ്ങ് അഴിച്ചെടുക്കാം. കേക്ക് പൊട്ടാതെ ഈ ബട്ടർ പേപ്പർ അഴിച്ചെടുക്കാം. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലം കേക്ക് പോലെ തന്നെ തോന്നും, പക്ഷേ ഇത് വൈറ്റ് പ്ലം ആണ്. മുറിച്ച് നോക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ കളർ അറിയാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. കേക്ക് മുറിക്കാൻ ഞാൻ ഏട്ടനെ തന്നെ ഏൽപ്പിക്കുന്ന കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല ചൂടാണ്. ഞാൻ മുറിച്ചാൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഏട്ടൻ തന്നെ മുറിച്ചോ. മുറിക്കാൻ പോവുകയാണ്. അതൊക്കെ മുറിച്ചെടുക്കണം, അല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് പ്ലം കേക്ക്. ഈ ക്രിസ്മസിന് എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കേക്കിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ഏട്ടൻ പറയൂ കേട്ടോ. ഏട്ടന് 37 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞോ എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക്? കേക്ക് നല്ല സ്പോഞ്ചാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാരാമൽ ചേർത്ത കേക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല, പക്ഷെ വൈറ്റ് പ്ലം എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരേപോലെ ഇഷ്ടമാണ്. നല്ല സോഫ്റ്റാണ്. പിന്നെ ആ കാരാമലിൻ്റെ നമ്മൾ ആ കയ്പ്പ് രസം നമുക്കിതിൽ ഇതില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്തു. അപ്പം ഞങ്ങളുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. Bye.